ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജാസ്മിൻ റഷീദ് ജാസ്. ഇന്ന് ഞാനൊരു ക്യാബേജ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ ക്യാബേജിൻ്റെ ലീഫ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയെടുത്ത ക്യാബേജിൻ്റെ ലീഫുകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്കിത് ഓരോന്നോരോന്ന് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ക്യാബേജിൻ്റെ ലീഫ് നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പുഴുങ്ങിയെടുക്കുന്നത്. നമുക്ക് ഈ ലീഫിനകത്താണ് നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ നമുക്ക് നോക്കാം. ക്യാബേജിൻ്റെ ലീഫ് ഇതാ ഞാൻ ബൗളിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. വാടിയെടുത്ത ലീഫ് തന്നെയാണ് അത്. നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കിഴങ്ങ്, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. അതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ചെറിയ കളർ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് അടുത്ത ചേരുവ ചേർക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഞാൻ അതിലേക്ക് ചേർത്തു. വലിയ ഉള്ളിയുടെ കൂടെ തന്നെ ഞാൻ അതിലേക്ക് അല്പം പച്ചമുളകും ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ ഒരെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കുന്നുണ്ട്. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തുള്ള എല്ലാ തക്കാളിയും ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിനകത്ത് കിഴങ്ങ് ഇട്ടിട്ടില്ല. കിഴങ്ങ് നമുക്കിടാൻ ലാസ്റ്റ് ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കിഴങ്ങിന് ചെറുതായിട്ട് വേവുള്ളതാണല്ലോ. അപ്പം ഞാനിതിനകത്തേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുത്തു. കിഴങ്ങ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാ ചേരുവയും ഒന്നായിക്കോട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വേവാനുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൊടുക്കാം. ഞാൻ എരിവ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അല്പം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. ഇത് അല്പം ഞാൻ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളകൊക്കെ എല്ലായിടും ഒന്ന് ആയിക്കോട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 4 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കൂട്ടി കൊടുത്ത് ഒന്നിച്ച് നമുക്കിതൊന്ന് കൂട്ടി വെച്ച് കൊടുത്തൊന്ന് അടച്ച് വെച്ച് ഒരു 4 മിനിറ്റോളം കിഴങ്ങൊന്ന് വേവാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഇതിൻ്റെ കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ബാക്കിയുള്ള മസാല ഒന്നും ഉള്ളതല്ലല്ലോ. കിഴങ്ങ് ചെറിയൊരു വേവുള്ളതല്ലേ. അടച്ച് വെച്ച് ഒരു 4 മിനിറ്റോളം വെന്തോട്ടെ കേട്ടോ. ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്കുള്ള മസാല റെഡിയായി കേട്ടോ.
നമുക്കത് മാറ്റി വെക്കാം. ഇതാണ് കേട്ടോ നമുക്ക് ക്യാബേജിൻ്റെ ലീഫിലേക്ക് ഫില്ല് ചെയ്യാനുള്ള മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്ത് ഈ ലീഫിനകത്താണ് നമുക്ക് ഇത് ഫില്ല് ചെയ്യാനുള്ളത്. കടലമാവ് ഞാനിതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കടലമാവിൽ മുക്കിയിട്ടാണ് ഓരോന്നോരോന്ന് നമുക്ക് പൊരിച്ചെടുക്കാനുള്ളത്. ലീഫിനകത്ത് ഞാൻ 2 സ്പൂണ് മസാല ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് ഒന്ന് റോൾ ചെയ്യാം. നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ചെയ്തെടുക്കാം. മസാല നമുക്ക് ഓരോന്നോരോന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഓരോന്നോരോന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ലീഫൊക്കെ ചെറിയ ലീഫായത് കാരണം നമുക്കിതിനകത്ത് അധികം ഫില്ല് ചെയ്യാൻ കഴിയണില്ല. ക്യാബേജിൻ്റെ ലീഫ് നല്ല വലുത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വലിയ വലിയ സ്നാക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഞാനെടുത്തിട്ടുള്ള ലീഫ് ചിലതെല്ലാം കീറിയിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഓരോ സ്പൂണൊക്കെ ഇടാൻ കഴിയുന്നുള്ളൂ. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതാ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടലമാവിൻ്റെ കോട്ടുണ്ടല്ലോ, നമുക്ക് ആ കടലമാവിൻ്റെ ഈ കോട്ടിനകത്ത് മുക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് പരുവത്തിലുള്ള ഒരു കോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് കടലമാവ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഉപ്പും ചേർത്തിട്ടുണ്ട്. അത് മാത്രം അതിനകത്ത് മുക്കിയിട്ട് നമ്മളിത് ചട്ടിക്കകത്ത് വെച്ച് കൊടുക്കാം. ഇത് അധികം വേവാനൊന്നും ഇല്ല കേട്ടോ. മുങ്ങിക്കടന്ന് വേവേണ്ട എണ്ണയൊന്നും ആവശ്യമില്ല. കുറച്ച് എണ്ണ ചേർത്താൽ മതി. ഇതിനകത്ത് എല്ലാം മസാലകളും വെന്തതാണല്ലോ. ക്യാബേജ് ആണെന്നുണ്ടെങ്കിലും ഉള്ള മസാലയാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ വേവിച്ചതാണ്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഒരു കളർ മാറ്റം വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം കേട്ടോ. ഇതാ നല്ല അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ചൂട് ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ. താങ്ക്സ്.